ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോക്കറ്റ് ഷവർമ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്തേക്കുള്ളൊരു പോക്കറ്റ്സ് ഉണ്ടാക്കാം. അതായത് കുബൂസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു 3/4 കപ്പ് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ അതിന് നന്നായിട്ട് പൊങ്ങി വരും. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അളന്നിട്ട് തന്നെ എടുക്കുക കേട്ടോ. മൈദ ചേർത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും ചേർക്കുന്നുണ്ട്. തൈര് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചതിന് ശേഷം നമുക്ക് ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയ ജീരകം പൊടിച്ചതാണ്. അതായത് നമ്മുടെ ക്യുമിൻ പൗഡർ ഉണ്ടല്ലോ, അത് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാൻ ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ചൂടുള്ള സ്ഥലമൊക്കെ എന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ തന്നെ മാവ് പൊങ്ങി വരും കേട്ടോ. ഇനി ഇതൊന്നും നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ. അപ്പോൾ ഒരുപാട് വലിയ ബോൾസ് ആക്കി എടുക്കണ്ട, പിന്നെ ഒരുപാട് കുഞ്ഞിതും ആക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്നങ്ങ് പരത്തി കൊടുത്താൽ മതി. ഒരുപാട് കനം കുറച്ച് പരത്തുകയും ചെയ്ത് ഒരുപാട് വട്ടത്തിൽ പരത്താൻ വേണ്ട. ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ പാനൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടൊന്നങ്ങ് ചുട്ടെടുത്താൽ മതി. 2 സൈഡും ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാ കുബൂസും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കാം കേട്ടോ. എല്ലാ കുബൂസും അപ്പോൾ ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ട് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു കപ്പ് ക്യാബേജ് നീളത്തിലരിഞ്ഞതും, പിന്നെ ഒരു വലിയ ക്യാരറ്റ് അതുപോലെ നീളത്തിലരിഞ്ഞതും, പിന്നെ ഒരു സവാള നീളത്തിലരിഞ്ഞത്, അതിനകത്തേക്ക് ഒരു കുക്കുംബർ നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് മെയിനായിട്ട് വേണ്ടത് മയോണൈസാണ്. ഞാനിപ്പോൾ ഇത് വീട്ടിലെല്ലാം ചെയ്തിട്ടുള്ള മയോണൈസാണ്. അതൊരു 3 ടേബിൾ സ്പൂണോളം അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട, കാരണം മയോണൈസിൻ്റെ അകത്ത് ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഉപ്പ് വേറെ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ചിക്കൻ്റെ അകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് അത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കുബൂസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പോക്കറ്റ് നമുക്ക് കിട്ടും കേട്ടോ. നോക്കൂ, ഇതിൻ്റെ അകത്ത് നന്നായിട്ട് പൊങ്ങി വന്നുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു പോക്കറ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇതിൻ്റെ അകത്തേക്കും ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, പക്ഷേ അതില്ലാതെയാണ് ഈ ഒരു ഷവർമ ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നിറച്ച് കൊടുക്കുക. എല്ലാ പോക്കറ്റ്സും നമുക്ക് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോക്കറ്റ് ഷവർമയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.